CD മെഡിക്കൽസിന്റെ ഈ ഭാഗത്ത് വെച്ചിരുന്ന ബാഗിലുണ്ടായിരുന്ന 75 ലക്ഷം രൂപ കവർച്ച ചെയ്തത് അറ്റ്ലസ് ബസ് ഉടമ എടപ്പാൾ സ്വദേശി മുബാറക്കിന്റെ പക്കൽ നിന്നാണ് ഈ പണം കവർന്നത്. ബംഗളൂരിൽ നിന്ന് തൃശൂരിലേക്ക് ഈ പണമടങ്ങുന്ന ബാഗുമായി ഇയാൾ വന്നിറങ്ങുകയായിരുന്നു ബസ്സിൽ. അതിനുശേഷം ഇവിടെ സ്ഥിരമായി വന്ന് ഇവിടെ മെഡിക്കൽ ഷോപ്പിന്റെ സൈഡിൽ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മൂത്രമൊഴിക്കാനായി അപ്പുറത്തേക്ക് മാറുകയായിരുന്നു. ഈ സമയമായിരുന്നു കൃത്യമായി വിവരം ലഭിച്ചു എന്ന തരത്തിൽ ഒരാൾ വന്ന് ആ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നു. പെട്ടെന്ന് മുബാറക്ക് അത് കാണുകയോ തടയാൻ ശ്രമിക്കുകയും ചെയ്തു. അയാളെ പിടിച്ചു തള്ളിയതിനു ശേഷം ഒരു വാഹനത്തിൽ ഒരു ഇന്നോവ കാറിലേക്ക് ഈ സംഘം കയറുകയാണ് ചെയ്തത്. എന്തായാലും ഒരുപാട് സംശയങ്ങൾ ഈ കാര്യത്തിൽ പോലീസിനുണ്ട്. പ്രത്യേകിച്ചും ഇയാൾ പറഞ്ഞിരിക്കുന്ന മൊഴി ബസ് വിറ്റ് കിട്ടിയ പണവുമായിട്ടാണ് താൻ വന്നത് എന്നായിരുന്നു. പക്ഷേ അത് ബസ് കിട്ടിയ പണമാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. ഇയാൾ സ്ഥിരമായി ഈ റൂട്ടിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുഴൽപ്പണ സാധ്യതയടക്കം പോലീസ് തേടുന്നുണ്ട്. ദേശീയപാതയിൽ ഈ നഷ്ടപ്പെട്ട ഇന്നോവ കാറിനായി തെരച്ചിൽ നടത്തുകയും ചെയ്യാണ്. ഞാനിവിടെ കടയിൽ നിൽക്കുമ്പോൾ പുള്ളി ബസ്സിൽ വന്നിറങ്ങി. എൻ്റെ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ഫ്രണ്ട് ചായ പരിപാടി ചായ കുടിച്ചിട്ട് പോവാറ്. അപ്പോൾ ചായ കുടിക്കാനായിട്ട് പുള്ളി ഞാൻ ചായ എടുത്ത് വെച്ചു. പുള്ളി യൂറിൻ ബസ്സിൻ്റെ തൊട്ടപ്പുറത്തേക്ക് പോയി. തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാഗ് എടുത്ത് ഒരു പുള്ളി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയുടെ ഡ്രൈവറാണെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇക്ക കൂടി ഒന്ന് ബാഗുമ്പോൾ പിടിച്ചപ്പോഴേക്കും അവിടെ ചോദിക്കാനെ നന്നായി എല്ലാവരും കൂടി ഇടിക്കുന്നുണ്ടായിരുന്നു. ഇടിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു മാറ്റാൻ ചെന്നു. അപ്പോൾ എന്നെയും പിടിക്കാനായിട്ട് നിൽക്കുന്നത്. അവരെങ്ങനെ ആൾക്കാരെ കൊല്ലാനായിട്ടുള്ള ലെവലിൽ നിന്നിരുന്നത്. വണ്ടിയിൽ 3 പേര് അറിയില്ല. ഫ്രണ്ട് ബാക്കും വേറെ നമ്പറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അവർ നേരെ അതിന്റെ തൊട്ട് പിന്നിൽ തന്നെ കര ബസ് വന്നു. അപ്പോൾ തന്നെ ഒരു മിനിറ്റിനുള്ളിൽ ബസ്സിൽ അതിന്റെ പിന്നാലെ പോയി. പക്ഷേ കിട്ടിയില്ല. ഇതാണ് സംഭവം. ദൃക്സാക്ഷിയാണ്, മെഡിക്കൽ ഷോപ്പ് ഉടമ കൂടിയാണ്. അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത്. എന്തായാലും പോലീസ് ഇന്നോവ കാറിനായി അതിൽ വന്നവർക്കായി വിപുലമായ തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.